നമ്മൾ ഈ CPM സമ്മേളനം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള. ഇപ്പോൾ പാർട്ടിയിൽ 2 ടേം വ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണല്ലോ കഴിഞ്ഞ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടേം വ്യവസ്ഥ മാറ്റുന്നു എന്ന വാർത്ത അന്തരീക്ഷത്തിൽ നിലനിൽക്കെ തന്നെ ഈ വിഷയത്തെ നിഷേധിച്ചിരിക്കുകയാണ് EP ജയരാജൻ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. പ്രായപരിധി പാർട്ടിക്ക് മുൻപിലുള്ള ഒരു വിഷയമേ അല്ല. പാർട്ടി അംഗീകരിച്ച പൊതുനിലപാട് എല്ലാവരും അംഗീകരിക്കും. അതിൽ ഈ തരത്തിലൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് താൻ പ്രതീക്ഷിച്ചിട്ടില്ല. തന്റെ കഴിവിനനുസരിച്ചിട്ടുള്ള ചുമതല പാർട്ടി നൽകുമെന്നും EP ജയരാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. EP-യുടെ വാക്കുകൾ കേൾക്കാം. 2 ടേം എന്ന വ്യവസ്ഥ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, തുടർച്ചയായി മത്സരിക്കുന്നവരെന്ന്. അത് മാറ്റാൻ പോകുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ വരുന്നുണ്ട്. ഞങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞു, ഏത് കാര്യം തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ പാർട്ടി ആലോചിക്കുക. ഇപ്പം ആലോചിക്കണം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പല്ല, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റാണ്, ഇപ്പോൾ ഒരു ഭരണം നടക്കുകയാണ്. ഇപ്പോൾ ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ തീരുമാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ സമ്മേളനത്തിൽ വരികയാണെങ്കിൽ അങ്ങേക്കിപ്പം പ്രായം 75 വയസ്സ് തികഞ്ഞിട്ടില്ല, തികയാൻ മെയ് മാസം തികയുന്നു. അപ്പോൾ കമ്മിറ്റി തുടരുമെന്ന് തന്നെയാണോ? അത് വയസ്സിൻ്റെ ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നയപരമായ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഭാഗമായി പാർട്ടി അംഗീകരിച്ച പൊതു നിലപാട്, പൊതു സമീപനം എല്ലാവരും അംഗീകരിക്കും. അതിന് വലിയ ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. അതെല്ലാവരും സ്വമേധയെ അംഗീകരിക്കുന്നതാണ്. സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു, പ്രായപരിധി പൂർത്തിയായവരെ മാത്രമേ ഒഴിവാക്കിയുള്ളൂ എന്നാണ്. ഇത് പാർട്ടി അംഗീകരിച്ച ഒരു നിലപാട് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായിട്ടുള്ളതാണ്. ആ നിലപാട് എല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നെ വേറെ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി ആവുന്ന പ്രതീക്ഷപ്പെട്ട ഒരാളാണ് താങ്കൾ. പക്ഷേ ആ സംസ്ഥാന സെക്രട്ടറി എന്ന ഒരു പദത്തിലേക്ക് താങ്കൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ആലപ്പുഴ സെക്രട്ടറി ആവുന്ന ആരും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. വാർത്തകൾ നിങ്ങൾക്ക് എന്തും എഴുതാം. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ പാർട്ടി എനിക്ക് ചുമതല തരും, ഞാനത് നിർവഹിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചുമതല നിർവഹിക്കാനേ എനിക്ക് പ്രാപ്തിയുള്ളൂ എന്നാണ്. ആ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും.